പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാറേ അവൻ മുൻപോട്ടോടി. ആ മുൻപോട്ടോടുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന് ആവശ്യമായ ഘടകമാണ്. ഇപ്പോൾ നമ്മുടെ ഓട്ടം എങ്ങനെയുള്ളതാണ്? ഹല്ലേലൂയ. വചനം ചോദിക്കുന്നതായ ചോദ്യത്തിന് മുൻപിൽ നാം ഉത്തരമുള്ളവരായിരിക്കണം. ദൈവവചനം ചോദിക്കുന്ന ചോദ്യത്തിന് മേൽ നാം ഉത്തരമുള്ളവരായിരിക്കണം. എന്നാറേ നാം മുൻപോട്ടോടുകയാണോ ഈ കാലഘട്ടങ്ങളിൽ, അതോ പുറകോട്ടോടുകയാണോ എന്ന് ചിന്തിക്കുകയാണ്. ദൈവജനമേ, ദൈവത്തിൻ്റെ ആലോചന ദൈവജനത്തിന് വേണ്ടിയുള്ളതാണ്, ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി. എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണല്ലോ ചുങ്കക്കാരനെ കുറിച്ചുള്ളതായിട്ടുള്ള സ്റ്റോറി. അതിനെക്കുറിച്ച്, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ച്, അത് ഇപ്പോഴുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിന് എത്രത്തോളം അത് ആദർശമാണ്, അല്ലെങ്കിൽ അത് പ്രയോജനമാണ് എന്ന് ചിന്തിക്കുവാനുള്ള സമയമാണ്. അതിനാധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മതി, അത്ര നിൽക്കട്ടെ. ഇതെല്ലാം നമ്മൾ ഒരുപാട് കേട്ടതാണ്. സൺഡേ സ്കൂൾ തലം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കഥയാണ്, അഥവാ സംഭവമാണ്. പക്ഷേ ഇതിൽ ഞാൻ ഇന്ന് പകൽക്കാലം എന്താണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവം ഈ ആലോചനയാണ് എനിക്ക് തന്നത്. ഒരു ചെറിയ മനുഷ്യൻ ഒരു വലിയ ദൈവത്തെ കണ്ടുമുട്ടുന്നു. അതാണ് ഇതിലെ വിഷയമെന്ന് പറയുന്നത്. ഒരു ചെറിയ മനുഷ്യൻ ഒരു വലിയ ദൈവത്തെ കണ്ടുമുട്ടുന്നു. ദൈവത്തിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ ഈ ലോക ജീവിതകാലത്ത് അനവധിയായിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഒരുപാട് ജനസമൂഹം അവനെ പിന്തുടർന്നു. യേശുവിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി, അനവധിയായിട്ടുള്ള നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടി ഒരുപാട് പുരുഷാരം നടന്നു. എന്നാൽ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരനുഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യെരിഹോവിലെത്തിയ യേശുവിനെ കാണുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചെറിയ മനുഷ്യൻ. അവൻ പക്ഷേ സമൂഹത്തിലൊരു വലിയ മനുഷ്യനാണ്. അവൻ്റെ സ്ഥാനമാനങ്ങൾ വെച്ച് ഒരു വലിയ മനുഷ്യനാണ്. എന്നാൽ ഇപ്പോൾ അവൻ ആവശ്യം ഈ പുരുഷാരത്തിൽ നിന്ന്, അഥവാ പുരുഷാരത്തോടൊപ്പം കടന്നു പോകുന്ന യേശുവിനെ ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം. ലോകത്തിൽ മനുഷ്യരെല്ലാം ഏറ്റവും വിലയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? ലോകത്തിലെ എല്ലാ മനുഷ്യരും ഏറ്റവും വിലയേറിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ, അഥവാ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡബിളായിട്ടുള്ള ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മളൊക്കെ എടുക്കാറുള്ളത്. അഥവാ സ്റ്റാൻഡേർഡായിട്ടുള്ള ആഗ്രഹങ്ങളെയാണ് നമുക്ക് ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ പലപ്പോഴും അതിന് സാധിക്കാതെ വരുന്നു. ഏത് മനുഷ്യനായാലും, ഒരു ഭരണാധികാരി ആയാലും, ആ രാജ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് പ്രകടന പത്രികയിലൊക്കെ എഴുതി വെക്കാറുണ്ട്. ഒരു ഗവൺമെൻറ് സ്ഥാപിതമാകുമ്പോൾ അതിന് മുൻപായിട്ടൊരു ഇലക്ഷനുണ്ട്. ആ ഇലക്ഷന് ഒരു പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുക്കാറുണ്ട്, വാഗ്ദാനങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഗവൺമെൻറ് ആയി കഴിയുമ്പോൾ, അഥവാ ആ ഗ്രൂപ്പ്, അഥവാ ആ പാർട്ടി അധികാരത്തിൽ കടന്നു വരുമ്പോൾ എന്താണ്, പ്രകടന പത്രികയൊക്കെ മറന്നു പോകുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് കൊടുത്തതായിട്ടുള്ള വാഗ്ദാനങ്ങളെയൊക്കെ ഒരു വിലയും കൊടുക്കാതെ വണ്ണം ചവിറ്റുകുട്ടയിൽ എറിയുന്നതായിട്ടുള്ള അനുഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ നാളും മനുഷ്യ അതൊക്കെ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഗവൺമെൻറ് വലിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ മനുഷ്യൻ പൊതുവിൽ ലോകത്തിൽ ഏറ്റവും വിലയുള്ള കാര്യങ്ങളെ ആഗ്രഹിക്കുന്നവരാണ്. പ്രൈസ് ലോർഡ്. ഒരു ഭിക്ഷക്കാരനാണെങ്കിലും അവൻ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കും, അഥവാ കിടക്കുമ്പോൾ ചിന്തിക്കും, നാളത്തെ ദിവസം എനിക്ക് നല്ല ഒരു കോള് ലഭിക്കണമേ, അല്ലെങ്കിൽ എനിക്ക് ഭിക്ഷ കൂടുതലായിട്ട് കിട്ടണമേ എന്നുള്ള ആഗ്രഹം അല്ലേ ഏറ്റവും താഴെ തലത്തിൽ ചിന്തിക്കുമ്പോൾ. അല്ലെങ്കിൽ ജോലിക്കാരൻ ചിന്തിക്കാറുണ്ട്, ഈ പ്രാവശ്യം എനിക്ക് കൂടുതൽ ഓവർ ടൈം കിട്ടണമേ, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പൈസ വരുമാനം ഈ ആഴ്ചയിൽ കിട്ടണമേ എന്നൊക്കെ ആഗ്രഹിക്കും. അപ്പോൾ ഏറ്റവും വിലയുള്ള കാര്യങ്ങളാണ് ഓരോ മനുഷ്യനും ചിന്തിക്കാറുള്ളത്. ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷമതകൾ വരുമ്പോൾ, സാമ്പത്തികം കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ മനുഷ്യൻ പൊതുവിൽ അങ്ങനെയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം മനുഷ്യൻ്റെ ആരംഭം മുതൽ അങ്ങനെയാണ്. ദൈവത്തെക്കാൾ അഥവാ ദൈവത്തോടൊപ്പം ദൈവത്തെ പോലെ ആയിത്തീരണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആദ്യ മനുഷ്യനുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നു? ലോകം കീഴ്മേൽ മറിയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആദിമ മനുഷ്യൻ തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട്. ഇപ്പോൾ ഇവിടെ സക്കായിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവൻ പൊതുവിൽ പറഞ്ഞാൽ ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരനെക്കുറിച്ചുള്ള യഹൂദന്മാരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പാവികളുടെ ഗണത്തിൽ ഉൾപ്പെട്ടവരാണവർ. എന്ന് വെച്ചാൽ ജനത്തെ പിഴിഞ്ഞുകൊണ്ട് ചുങ്കം വാങ്ങിക്കുന്നവർ ആയിരുന്നു. അവർ പാവികളുടെ ഗണത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. സമൂഹത്തിൽ അവർ നിന്ദിക്കപ്പെട്ടവരും ത്യജിക്കപ്പെട്ടവരുമായിരുന്നു. അവർക്ക് യാതൊരു വിലയും കൊടുക്കാതെ അവരെ കാണുമ്പോൾ പുച്ഛത്തോടുകൂടെ നോക്കുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ചുങ്കക്കാരെന്ന് പറഞ്ഞ ടാക്സ് കളക്ടേഴ്സ് അല്ലേ, അവരൊക്കെ ആരാണ്? ഹൈ ലെവൽ ആൾക്കാരാണ് അല്ലേ, സമൂഹത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ അവരെ പാപികളുടെ ഗണത്തിൽ, ചുങ്കക്കാരും പാപികളും എന്നുള്ള ഗണം നമുക്കറിയാം, യേശുവിൻ്റെ സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗണത്തിൽ ഉൾപ്പെട്ടവരാണ് അവരൊക്കെയും. എന്നാൽ ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പാപിയാണ്. ഒരു പാപിയുടെ അന്വേഷണമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ പറയുന്നല്ലോ, അവൻ എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ. ഇവിടെ വായിക്കുന്നത് ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നവൻ, അതുമാത്രമല്ല ധനവാനായിരുന്നവൻ. പിന്നെ ഈ വ്യക്തി ആ 3-ാം വാക്യത്തിൽ വായിക്കുന്നത് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. അവൻ്റെ അന്വേഷണം ഏറ്റവും നല്ല ഒരു അന്വേഷണം, ഒരു മനസ്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ നാളുകളായിട്ട് ദൈവത്തെ അന്വേഷിക്കുവാനുള്ളൊരു മനസ്സ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ നാം പറയും, ഞാനൊരിക്കൽ യേശുവിനെ കണ്ടുമുട്ടിയവനാണ്, ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷേ നമ്മുടെ അന്വേഷണങ്ങൾ എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക, അവന് വേണ്ടി അവന് ഒരു അന്വേഷണ കുതുകം അഥവാ ആഗ്രഹം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മുടെ ലൗകികമായിട്ടുള്ള ചിന്തകളല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഒരന്വേഷണത്തിൻ്റെ ഒരനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഈ നാളുകളായി ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. കഴിഞ്ഞ രാത്രി ഞാൻ പ്രസംഗിച്ചതുപോലെ നിരന്തരമായിട്ടുള്ള ഒരു അന്വേഷണം, നിരന്തരമായിരിക്കണം നമ്മുടെ വിശ്വാസം. നിരന്തരമായി നാം പോകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് വിലയേറിയ ഒരനുഭവം ഉണ്ടാകുകയുള്ളൂ. പലപ്പോഴും നാം അവിടേക്കും പരാജയപ്പെട്ടു പോകാറുണ്ട്. പരാജയമാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൻ്റെ മുഖമുദ്ര. പക്ഷേ അത് അല്ല ദൈവത്തിൻ്റെ ജനത്തിന് ആവശ്യമായിരിക്കുന്നത്. അന്വേഷണം, ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരാണെന്നാണ് പറയുന്നത്? അവൻ ബുദ്ധിമാനാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ട്, മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ നാം എല്ലാവരും ആ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. നാം വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നവരാണെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണോ നാം ഓരോരുത്തരും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് അനുകൂലമായി ഭവിക്കാതിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാനുള്ള ആ ഒരു കുതുകം,
അഥവാ ആ ഒരു ആഗ്രഹം എപ്പോഴും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടായിരിക്കണം. അതൊരു കണ്ടിന്യൂവേഷൻ ആയിരിക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥ ദൈവജനത്തിന് അനുയോജ്യമല്ല. പലപ്പോഴും പരാജയങ്ങൾ നേരിടുമ്പോൾ മാത്രമാണ് ചിലർ അന്വേഷിക്കാറുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പാപിയായ ഒരു മനുഷ്യൻ്റെ അന്വേഷണത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അവൻ്റെ സ്ഥാനം നോക്കിയില്ല. അവൻ സമൂഹത്തിൽ തള്ളപ്പെട്ടവനാണെന്നുള്ള വിചാരം അവനിലായിരുന്നു. പക്ഷേ ദൈവത്തെ, യേശുവിനെ എനിക്ക് കാണണം. അവൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ. ലോകം പറയുന്നത് പോലെയാണോ, ലോകം ചിന്തിക്കുന്നത് പോലെയാണോ യേശു ആയിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷ നിർഭരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പാപിയുടെ അന്വേഷണം, ഒരു ചെറിയ മനുഷ്യൻ ഒരു വലിയ ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ സ്ഥാനവും പദവിയും അവൻ്റെ പൊസിഷനും ഒന്നും നോക്കാതെ വണ്ണം അവൻ ഓടുകയാണ്. ഇവിടെ വായിക്കുന്നത് എന്താണ്? പുരുഷാരം. അവൻ യേശു എങ്ങനെയുള്ള കാണുവാൻ അവൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയനാകൊണ്ട് പുരുഷാരം നിമിത്തം അവന് കഴിഞ്ഞില്ല. അവനവിടെ പരാജയപ്പെട്ടു. ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തുവാൻ പലപ്പോഴും അനേകർ ശ്രമിക്കാറുണ്ടെങ്കിലും പരാജയപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വരാറുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളും ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം ലഭിക്കുന്നില്ല എന്ന ചിന്തയിൽ നമ്മുടെ പ്രാർത്ഥനകൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ചിന്തനങ്ങൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. അവിടെയൊന്നും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നാം അവിടെ പ്രാർത്ഥിക്കുവാൻ മെനക്കെടാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പിന്നെയും പിന്നെയും നമ്മെ വിളിച്ചറിയിക്കുന്നത് മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുവനെ വാതിൽ തുറക്കുകയുള്ളൂ, അന്വേഷിക്കുന്ന ഒരുവനെ അത് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ ചുങ്കക്കാരൻ്റെ അനുഭവത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. അവന് കഴിഞ്ഞില്ല. എന്താണ് കാരണം? അവന് കുറവുണ്ടായിരുന്നു. അവൻ്റെ കുറവെന്തായിരുന്നു? അവൻ വളർച്ചയിൽ കുറുകിയവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ചുങ്കക്കാരനെ നാമുമായിട്ടൊന്ന് താരതമ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ചുങ്കക്കാരനെ നാമുമായിട്ടൊന്ന് താരതമ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവൻ്റെ വളർച്ചയിൽ കുറുകിയ അവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസിയെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ടൊന്ന് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വളർച്ച എങ്ങനെയുള്ളതായിരിക്കണം? ദൈവത്തെ കണ്ടെത്തുവാനുള്ള, ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് പ്രാപിക്കുവാനുള്ള ആ ഒരു തൃഷ്ണയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ നാം ആയിരിക്കുമ്പോൾ, പക്ഷേ ദൈവം നോക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ മുരടിപ്പ് അവിടെ കാണുവാൻ സാധിക്കുന്നു. നിന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ മുരടിപ്പ് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സക്കായിയെ പോലെയുള്ള അനുഭവം, അവൻ ഭൗതികമായി, അവൻ്റെ ശാരീരികമായി അവൻ വളർച്ചയിൽ കുരുകയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇവിടെ നാമുമായിട്ടുള്ള ബന്ധത്തിൽ അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച എങ്ങനെയുള്ളതാണ്? യേശുവിനോടൊപ്പം പുരുഷാരം നടക്കുന്ന പോലെ തിക്കി തിരക്കിക്കൊണ്ട് യേശുവിനെ കണ്ടെത്തുവാൻ നിരന്തരമായി നാം വളർച്ചയുള്ളവരായി, ഹല്ലേലൂയ, നാം അനുഗ്രഹമുള്ളവരായി, നാം ആശീർവാദമുള്ളവരായി ആയിരിക്കുകയാണോ, അതോ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? അതാണ് ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നേടിയെടുക്കുവാൻ, ആ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് പ്രാപ്തമാക്കണം ഓരോ നിമിഷങ്ങളിലും. ഹല്ലേലൂയ. പരാജയപ്പെട്ടു പോകരുത്. ഇവിടെ സക്കായി വളർച്ചയിൽ കുറുകിയനാണ് എന്നുള്ള ഒരു പരാജയം തൻ്റെ ജീവിതത്തിൽ അവൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ആഗ്രഹത്തിന് അവിടെ ഭംഗം വരുന്നില്ല. തൻ്റെ വളർച്ച പ്രതിബന്ധമാണ്. പുരുഷാരം നിമിത്തം തൻ്റെ വളർച്ച യേശുവിനെ കണ്ടെത്തുവാൻ ഒരു പ്രതിബന്ധമാണ്. പക്ഷേ അവൻ പരാജയപ്പെടുവാൻ ആഗ്രഹിച്ചില്ല. യേശുവിനെ ഒറ്റയടിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയും എനിക്ക് യേശുവിനെ കണ്ടെത്തണം, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവൻ്റെ ആഗ്രഹം
അത് സബലീകൃതമാക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അവിടെ ഒരു ആഗ്രഹമുണ്ട്. അറിയാമോ, ഈ ആഗ്രഹം എന്നൊരു ഡിസയർ അല്ലേ? ആ ഒരു ആഗ്രഹം അവനുണ്ടായിരുന്നു. ആ ആഗ്രഹം അവിടെ നഷ്ടപ്പെട്ടില്ല. അവൻ യേശുവിനെ കണ്ടെത്തുമെന്നുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഒരിക്കലും പരാജയപ്പെട്ടു ഇനിയും സമയം കിട്ടുമ്പോൾ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവച്ചില്ല. പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മാറ്റിവച്ചില്ല. തൻ്റെ ആഗ്രഹത്തെ അവൻ സമ്പുഷ്ടീകരിച്ചു. അവൻ്റെ ആഗ്രഹത്തെ അവൻ ഉണർത്തി. അവൻ പരാജയപ്പെടാതെ പിന്മാറിപ്പോകാതെ അവൻ മുന്നോട്ടോടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ വളർച്ച, അവൻ്റെ ആ ജനത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അവൻ്റെ വളർച്ചയിൽ കുറുകിയവൻ എന്നുള്ള പേരുദോഷം മാറ്റുവാൻ ഹല്ലേലൂയ അവൻ ആഗ്രഹിച്ചുകൊണ്ട് പരാജയപ്പെടുവാൻ ആഗ്രഹമില്ലാത്തവനായി, ഞാൻ ഈ പുരുഷാരത്തെ ഓവർകം ചെയ്യും, ഹല്ലേലൂയ, ഇതിനെ ഞാൻ മറികടക്കും, എങ്കിലും എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം അതാണ്. ഹല്ലേലൂയ. പിന്നത്തേതെന്ന് പറഞ്ഞുകൊണ്ട് അവനത് മാറ്റിവെക്കുവാൻ ആഗ്രഹിച്ചില്ല. ഈ പകൽക്കാലം ദൈവജനമേ, നമ്മുടെ ജീവിതം ഇതാണ്. ഒരു സക്കായിയെ പോലുള്ള അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരാജയപ്പെടുവാനല്ല ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട് എങ്കിൽ, ദൈവത്തെ നാം കണ്ടെത്തിയവരാണ് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ഇനിയുമുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുവാൻ പാടില്ല. നമ്മുടെ ആഗ്രഹത്തെ മുരടിപ്പിക്കുവാൻ പാടില്ല. അത് നിരന്തരമായി അത് മുന്നോട്ടുള്ള ഒരു കുതിപ്പായിരിക്കണം, ഒരു വളർച്ചയായിരിക്കണം. വളർച്ചയെ മുരടിച്ച ജീവിതത്തിൻ്റെ വളർച്ചയെ ഇവിടെ സക്കായിയുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചു. അവൻ ഭൗതികമായി അവൻ വളർച്ചയില്ലാത്തവനായിരുന്നു. എങ്കിലും അവൻ്റെ ആഗ്രഹം അവിടെ പൂവണിയുവാൻ, അതിനെ അഥവാ ആ പ്രതിബന്ധങ്ങളെ ഓവർകം ചെയ്യുവാൻ അവൻ്റെ ആഗ്രഹം സബലീകൃതമാകുവാൻ, അവനൊരു ചെറിയ മനുഷ്യനാണെങ്കിലും ഒരു വലിയ ദൈവത്തെ അവന് കണ്ടെത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള അവൻ്റെ ജീവിതയാത്ര എത്രയോ ശ്രേഷ്ഠമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലോചന നമ്മോട് ഓരോരുത്തരോടും ഇപ്രകാരം ചോദിക്കുന്നുണ്ട്. നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നവരാണ്. എങ്കിലും എങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് റീകാൾ ചെയ്യുവാനുള്ളൊരവസരമാണ്, തിരിഞ്ഞു ചിന്തിക്കുവാനുള്ളൊരവസരമാണ്. പരാജയപ്പെട്ടുകൊണ്ട് പിന്മാറിപ്പോകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി സംസാരിക്കുന്നു. നിൻ്റെ ആഗ്രഹത്തിൻ്റെ മേൽ നീ പരാജയപ്പെടുവാൻ പാടില്ല. നിനക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും നീ പരാജയപ്പെടരുത്. മുന്നോട്ട് നീ ഗമിക്കണം, മുന്നോട്ട് നീ പോകണം. നിൻ്റെ പരാജയങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ വലിയ ദൈവത്തിൽ നിന്നുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇനിയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ, ആ 3-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. പുരുഷാരം ഒരു പ്രതിബന്ധമാണ്. ഈ പുരുഷാരത്തെ വിവിധ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും. ആരാണ് ഈ പുരുഷാരം? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പുരുഷാരം വളരെ പ്രതിബന്ധമാണ്. പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ പുരുഷാരം? ഒരുപക്ഷെ രോഗമായിരിക്കാം. ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ പലപ്പോഴും പ്രതിബന്ധമായിരിക്കുന്നത് ചിലപ്പം രോഗമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനമാനങ്ങളായിരിക്കാം, നമ്മുടെ പദവികളായിരിക്കാം. പക്ഷേ പുരുഷാരം എന്നുള്ളതിനെ നാം എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ നാളുകളായിട്ട് ഹല്ലേലൂയ, നമ്മുടെ പ്രതിബന്ധങ്ങളെ നാം എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ പ്രതിബന്ധങ്ങൾ സാരമില്ല എന്നെണ്ണുവാനുള്ള സമയമാണ് ഈ കാലഘട്ടങ്ങൾ. ഹല്ലേലൂയ, ഒരുപാട് പുരുഷാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ പുരുഷാരങ്ങളെ ഓവർകം ചെയ്യുവാനുള്ളതായിട്ടുള്ള ദൈവിക ശക്തി ഈ നാളുകളായി നാം പ്രാപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടേണ്ടതായിട്ടുണ്ട്. പരാജയപ്പെട്ടു പിന്മാറുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പുരുഷാരം ഒരു നിമിത്തമല്ല. പ്രിയമുള്ളവരെ, ഈ സക്കായിക്ക് അപ്പോൾ കഴിഞ്ഞില്ല എങ്കിലും അവൻ പിന്മാറിയില്ല. പിന്നെ എന്നാറെ അവൻ മുൻപോട്ടോടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പരാജയത്തിൽ കാണത്തില്ല എന്നുള്ളതായിട്ടുള്ള ആ നിലവിളിയുടെ മധ്യത്തിൽ, ആ പ്രയാസ പ്രതികൂല മധ്യത്തിൽ ഇവിടെ വായിക്കും എന്നാറേ. പ്രൈസ് ദി ലോർഡ്. ആ വാക്ക് അവിടെ വളരെ ശ്രദ്ധേയമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് വായിക്കുന്നത്? എന്നാറേ അവൻ മുൻപോട്ടോടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറകോട്ടോടി എന്നല്ല, പിന്തിരിഞ്ഞു എന്നല്ല, അവൻ മുൻപോട്ടോടി. എന്നാറേ ഇതെല്ലാം ഉണ്ടായിട്ടും അവൻ മുൻപോട്ടോടി. ഈ പകൽക്കാലം ദൈവജനമേ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ സക്കായിയെ പോലുള്ള അവസ്ഥകൾ വന്ന് ഭവിക്കാറുണ്ട്. അത് വളരെ വ്യക്തമാണ്, അത് വളരെ ശക്തമാണ്. ഓരോ കുടുംബത്തിൻ്റെ മേലും ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഇത് സംഭവ്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ നിരാശ അവനിലില്ല. പ്രൈസ് ദി ലോർഡ്. അവന് കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണെങ്കിലും അവൻ നിരാശപ്പെട്ടില്ല. എന്നാറേ അവൻ മുൻപോട്ട് കുതിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാറേ അവൻ മുൻപോട്ടോടി. ആ മുൻപോട്ടോടുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന് ആവശ്യമായ ഘടകമാണ്. ഇപ്പോൾ നമ്മുടെ ഓട്ടം എങ്ങനെയുള്ളതാണ്? ഹല്ലേലൂയ. വചനം ചോദിക്കുന്നതായ ചോദ്യത്തിന് മുൻപിൽ നാം ഉത്തരമുള്ളവരായിരിക്കണം. ദൈവവചനം ചോദിക്കുന്ന ചോദ്യത്തിന് മേൽ നാം ഉത്തരമുള്ളവരായിരിക്കണം. എന്നാറേ നാം മുൻപോട്ടോടുകയാണോ ഈ കാലഘട്ടങ്ങളിൽ, അതോ പുറകോട്ടോടുകയാണോ എന്ന് ചിന്തിക്കുകയാണ്. ദൈവജനമേ, ദൈവത്തിൻ്റെ ആലോചന ദൈവജനത്തിന് വേണ്ടിയുള്ളതാണ്, ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. അത് വളരെ ശക്തമായി നമ്മോട് ചോദിക്കുകയാണ്. എന്നാറേ അവൻ മുൻപോട്ടോടി. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ഒന്ന് ചിന്തിക്കുക, എത്രത്തോളമാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം ഞാൻ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? എത്രത്തോളമാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ളൊരവസരമാണ് ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്നത്. നാം ബദ്ധപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവരാണ്. സമയങ്ങൾ നമുക്ക് തികയാതെ വരുന്നു. 24 മണിക്കൂർ എന്നുള്ളത് നമുക്ക് തികയാതെ വരികയാണ്. പക്ഷേ ഹല്ലേലൂയ, ഈ ചെറിയ മനുഷ്യൻ, വലിയ സ്ഥാനമാനങ്ങളുള്ളവൻ, അവൻ കണ്ടെത്തി സമയം. യേശുവിനെ കണ്ടെത്തുവാൻ അവൻ സമയം കണ്ടെത്തി. പരാജയം അവൻ്റെ മുൻപിലുണ്ട് എങ്കിലും അതിനെ വ്യക്തമായി അവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് മുൻപോട്ട് ഓടിക്കൊണ്ട് ഹല്ലേലൂയ അവൻ്റെ ആഗ്രഹത്തെ സഫലീകൃതമാക്കുവാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പ്രയാണം ചെയ്യുകയാണ്. ഈ പകൽക്കാലം ദൈവജനത്തോട് ദൈവത്തിൻ്റെ അരുളപ്പാടും ഇത് തന്നെയാണ്. നാം മുൻപോട്ട് പോകണം, നാം മുൻപോട്ട് പോകണം. മുൻപോട്ടുള്ള നമ്മുടെ ഗമനം അത് സ്ഥിരതയോടുകൂടെയുള്ള ഓട്ടമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. സ്ഥിരത എന്ന കാര്യം അവിടെ അന്വർത്ഥമാണ്. എന്നാറേ അവൻ മുൻപോട്ടോടി. പിന്നെ വായിച്ചേ, പ്രൈസ് ദി ലോർഡ്. എവിടാ കയറിയത്? കാട്ടത്തിമേൽ. കാട്ടത്തി എന്ന് പറയുന്നത് നല്ല അത്തിയാണോ? ഇല്ല, അത് മനുഷ്യൻ തള്ളിക്കളഞ്ഞ അത്തിയ. നല്ല അത്തിയുണ്ട്, അതിൻ്റെ പഴമായിട്ട് നമ്മൾ തിന്നുന്നു. എന്നാൽ ഇവിടെ കയറിയത് അവൻ എവിടെയാണ്? ഏത് സ്ഥാനത്തായിരുന്നാലും യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം. നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല എന്ന് കാണിക്കുകയാണ്. യേശുവിനെ കാണുവാൻ മുൻപോട്ടോടിയ സക്കായിയുടെ ജീവിതത്തിൽ അവൻ്റെ ആഗ്രഹത്തെ സഫലീകൃതമാക്കുവാൻ
നല്ല നല്ല സ്ഥാനമാനങ്ങളല്ല അവൻ നോക്കിയത്, നല്ല നല്ല സ്ഥലങ്ങളല്ല അവൻ നോക്കിയത്. പ്രൈസ് ഒരു വെറും ഒരു കാട്ടത്തിയാണ്. ഹല്ലേലൂയ. ഒരു കാട്ടത്തിയാണ് അവൻ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. എങ്കിലും അവനവിടെ പരാജയപ്പെടുവാൻ ആഗ്രഹിച്ചില്ല. കാട്ടത്തിയാണെങ്കിൽ കാട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു കാട്ടത്തിമേൽ കയറി എന്നുള്ളതും അവിടെ വ്യക്തമാണ്. കാട്ടത്തിയുടെ ചവിട്ടിൽ നിന്നു എന്നാണ് കാണുന്നത്? ഇല്ല, കാട്ടത്തിമേൽ അവൻ കയറിയിട്ട് ഈ കാട്ടത്തി ഒരു പക്ഷേ ആ റോഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമുള്ള ഒരു കാട്ടത്തിയായിരിക്കാം. ആ കാട്ടത്തിമേൽ അവൻ കയറി ഇരുന്നു. യേശുവിനെ കാണുവാനാണ്, അത് മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ മാത്രമുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവൻ പരാജയപ്പെട്ടവനായിരുന്നെങ്കിലും മുന്നോട്ടോടി കാട്ടത്തിയെ ശരണം പ്രാപിച്ചത്. അതിന്മേൽ കയറി സ്വസ്ഥമായിരുന്നു കൊണ്ട് യേശുവിനെ ഒന്ന് കാണുവാൻ ശ്രമിച്ചു. ആ വഴിയായിട്ടാണ് യേശു പോകുന്നതെന്നുള്ള കാര്യം അവനറിയാം. പ്രൈസ് ദി ലോർഡ്. കാട്ടത്തിയാണെന്ന് അവൻ കൂട്ടാക്കിയില്ല, അവൻ കയറി അതിന്മേൽ സ്വസ്ഥമായി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ കീഴിൽ കൂടെ ഇങ്ങനെ യേശു നടന്നു പോകുന്നത് കണ്ട് സായുജ്യമടഞ്ഞ് അവൻ ഭവനത്തിലേക്ക് പോകുവാനുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എങ്ങനെയെങ്കിലും യേശുവിനെ കാണുക എന്നുള്ളതല്ല, ഏത് വിധേനയെങ്കിലും യേശുവിനെ കാണുക എന്നുള്ളതല്ല. ദൈവജനമേ, ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ ഏത് വിധേനയും എങ്ങനെയെങ്കിലും ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് മാത്രമായിരിക്കരുത് നമ്മുടെ ആഗ്രഹം. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭാവികളാണ് നാം ഓരോരുത്തരും. പക്ഷേ എങ്ങനെയെങ്കിലും ആരാധനയ്ക്കൊന്ന് വരിക, കൈയടിച്ച് 2 പാട്ട് പാടുക, ഒന്ന് സ്തോത്രം പറയുക, സ്തോത്ര കാഴ്ച ഇടുക എന്ന കാര്യം കവിഞ്ഞ് ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കരുതേ പ്രിയ ദൈവജനമേ. ഹല്ലേലൂയ. സക്കായിയെ പോലെ ആഗ്രഹം അവന് യേശുവിനെ ഒന്ന് കാണുക എന്ന് മാത്രം, എങ്ങനെയുള്ളവൻ എന്ന് കാണുക മാത്രം. പക്ഷേ പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ആഗ്രഹം നല്ലതായിരുന്നുവെങ്കിലും ഇവിടെ നാം വായിക്കുന്നത് പോലെ എന്നാണ് തോന്നുന്നു. വായിച്ചേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിളി അവൻ കേട്ടു. അവൻ പോലും ചിന്തിച്ചില്ല, ഈ ഒരു വിളി വരുമെന്നുള്ള കാര്യം അവൻ പോലും ചിന്തിച്ചില്ല. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു. അതിൽ കവിഞ്ഞ് യാതൊന്നും അവൻ ആഗ്രഹിച്ചില്ല. കാട്ടത്തിയാണെങ്കിൽ കാട്ടത്തിയിൽ അവൻ കയറിയിരുന്നു. അവൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിളി അവിടെ വരുന്നു. യേശു നോക്കി, കാട്ടത്തിമേലൊരു മനുഷ്യൻ ഇരിക്കുന്നു. എന്നാൽ യേശു മുന്നമേ അത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഈ പുരുഷാരം, ചുറ്റും കൂടിയിരിക്കുന്ന പുരുഷാരം ഒരു ബാധകമല്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മെ കാണുന്ന ഒരുവനുണ്ട്, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്, നമ്മെ മുന്നമേ കണ്ടവനുണ്ട്. ഹല്ലേലൂയ. ഏതൊരവസ്ഥയിലായിരുന്നാലും അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്, അവൻ നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവൻ്റെ കണ്ണ് എപ്പോഴും നമ്മുടെ മേലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നമ്മളെക്കുറിച്ച് നാം അറിയാതെ വണ്ണം ചില ഉദ്ദേശങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ പോകുകയാണ്. അല്ലെങ്കിൽ നമ്മെ കാണുന്ന ദൈവം അവൻ നമ്മോട് വിളി അഥവാ അവൻ്റെ വിളി കേൾക്കുവാൻ നാം അനുസരണമുള്ളവരായി ഇരിക്കണം. സക്കായിയെ പോലെ മുന്നമേ കണ്ടവനായ യേശു കാട്ടത്തിന്മേൽ കയറിയിരിക്കുന്ന സക്കായിയായി നീ ഇറങ്ങി വാ, ഒന്ന് പതുക്കെ പതുക്കെ ഇറങ്ങി വാടാ എന്നാണ് പറഞ്ഞത്. എന്നായിരുന്നെങ്കിൽ ഈ നീളം കുറഞ്ഞ് കയറിയത് പോലെ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? കയറാൻ പക്ഷേ ഓടിയാൽ കയറാം, പക്ഷേ ഇറങ്ങി വരുവാൻ ചിലപ്പം കാലെത്തത്തില്ല അടുത്ത ചില്ലയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യേശു പറഞ്ഞത് എന്താ? അവിടെ യാതൊരു ദാക്ഷിണ്യവും കൊടുത്തില്ല. ആ വാക്കിന് അവിടെ യാതൊരു
പ്രസക്തി അഥവാ അവൻ്റെ ചിന്തയ്ക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. നീ ഇറങ്ങണം, അങ്ങനെ പെതുക്കെ ഇറങ്ങി വരാനല്ല യേശു പറഞ്ഞത്. വിളിക്കുമ്പോൾ അതിൽ ഒരു ശക്തമായിട്ടുള്ള ഒരധികാരം അവിടെ ഉണ്ടായിരുന്നു. സക്കായിയെ, നീ ആരായിരുന്നാലും ശരി തന്നെ, നീ എങ്ങനെയുള്ളവനായാലും ശരി തന്നെ, നീ ആ കാട്ടത്തിന്മേൽ ഇരിക്കേണ്ടവനല്ല. നീ വേഗം ഇറങ്ങി വാ, നിന്നെ കാണേണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ വാക്ക് കേൾക്കേണ്ടതായിട്ടുള്ള ആവശ്യം നിൻ്റെ മേൽ ദൈവം തന്നിരിക്കുകയാണ്. നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹത്തോടുകൂടി ആയിരിക്കണം എന്നുള്ളത് സത്യമായ കാര്യമാണ്. നീ വേഗം ഇറങ്ങി വാ എന്നുള്ള ഇൻപ ശബ്ദം യേശുവിൽ നിന്ന് കേൾക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരുപാട് കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ബൈബിൾ സ്റ്റഡിയോട് അതിൻ്റെ സമയത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തുടർന്ന് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആത്മീയ സത്യങ്ങളുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ, ദൈവത്തിൻ്റെ ആലോചന ഈ പകൽക്കാലം നമ്മോട് വിളിച്ചറിയിച്ചിരിക്കുകയാണ്. ഈ സക്കായി ജസ്റ്റ് ഒരു ദൃഷ്ടാന്തം മാത്രമാണ്. അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം തന്നിരിക്കുകയാണ്, നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വാക്കുകൾക്കൊരു മാറ്റം സംഭവിക്കുവാൻ പോകുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള മാറ്റങ്ങൾ പോലെ നമ്മുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ നാം ഇറങ്ങി വന്നിരിക്കുന്ന അവസ്ഥയിലാണ്, ദൈവസന്നിധിയോട് അടുത്തിരിക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ ഇനി നാം പിന്മാറി പുറകോട്ട് പോകുവാനല്ല നാം ആഗ്രഹിക്കേണ്ടത്. സക്കായിയെ പോലെ നാം ഓടേണ്ടതായിട്ടുണ്ട്. നിരന്തരമായി നമ്മുടെ ആഗ്രഹത്തെ സമ്പുഷ്ടീകരിക്കേണ്ടതായിട്ടുണ്ട്. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.